എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കുണ്ടോ അതെല്ലാം നീ കണ്ടില്ലെന്ന് വെക്കണം കർത്താവേ. അവരെ നീ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ നീ കൈപ്പാടെ പൊക്കിയതിന് കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് അവരെ ആശ്രയിക്കുക, അവരെ തടയിൽ നടിച്ചത് അമ്മയുടെ കുഞ്ഞുങ്ങളെ മേടിച്ചു പോയ കർത്താവ്. എല്ലാ മക്കളെയും നീ നിന്നിലേക്ക് മേടിച്ചെടുക്കണമേ കർത്താവേ. എല്ലാവരുടെയും വേദനകളെ നീ മേടിച്ചെടുക്കണേ കർത്താവേ. എല്ലാവരുടെയും ഭാരങ്ങളെ നീ മേടിച്ചെടുക്കണേ കർത്താവേ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു, ഭാരപ്പെടുന്നു, സങ്കടപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളയുകയും ചെയ്യും. ഇങ്ങനെ ഗതി കിട്ടി മൊഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് തുടരണമേ കർത്താവ്. ശരീരത്ത് മുഴുവനും രോഗങ്ങൾ, മുഴുവനും പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ, അലർജി രോഗങ്ങൾ മൂലം കർത്താവ് ഭക്ഷണത്തിന് ഇനി കുഞ്ഞുങ്ങളെ പോറ്റാനും ഒരു മാർഗം കാണുന്നില്ല. ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനെ ഒരു വീടുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിലൊക്കെ അമ്മമാർ വിഷമം അനുഭവിക്കുക അമ്മമാരുണ്ട്, നേരെ മറിച്ചും തിരിച്ചും വരുന്നവരുണ്ട്. കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും വേദന അനുഭവിക്കുന്നവരെ നീ ഇപ്പോഴവിടെ പത്രോസ് കടലിൽ മുങ്ങിപ്പോയപ്പോൾ അല്പവിശ്വാസി സംശയിച്ചത് എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് നീക്കവിടെ കയ്യെ പിടിച്ചിരിച്ചോയെ. അതുപോലെ ഇപ്പം മുങ്ങിപ്പോകുന്ന സങ്കടക്കടലിൽ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കളുടെ കൈകളിൽ ഈ പ്രഭാതത്തിൽ നീ കടന്നു പിടിക്കണേ കർത്താവ്. നീ അവരെ കരകരണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ.